ले बाबा പറയാണ് हमारा बाबा यहाँ है, यह बाप टीचर फिर गुरु भी बनते हैं. ബാബ പറയാം നമ്മുടെ അച്ഛൻ ഇവിടെ ഉണ്ട്. ബാബ നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, ഗുരുവുമായിട്ട് മാറുന്നു. തീനും ഹി പാർട്ട് അഭി ബജാ രഹേ ഹെ. 3 പേരുടെയും പാർട്ട് ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബച്ചോങ്കോ അപ്ന ബനാത്തെ ഹെ. കുട്ടികളെ തൻ്റേതാക്കി മാറ്റുകയാണ്. ബാബ് കഹത്തെ യാദ് സെ ഹി വികർമ്മ വിനാശോങ്കെ. ബാബ പറയണ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ബാബ്കോ യാദ് കർണേ സെ ഹി പാപ് കടത്തെ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് പാപങ്ങളെല്ലാം ഇല്ലാതാകുന്നത്. ഫിർ തുംകോ ലൈറ്റ് കാ താജ് മിൽ ജാത്താ ഹെ. പിന്നീട് നമുക്ക് ലൈറ്റിൻ്റെ കിരീടം കിട്ടും, പവിത്രതയുടെ കിരീടം കിട്ടുമല്ലോ. യഹ് ഭി ഏക് നിശാനി ഹെ. ഇതും ഒരു അടയാളമാണെന്ന് ബാബ പറയാണ്. ബാക്കി ഐസേ നഹി കി ലൈറ്റ് ദേഖനെ മേ ആത്തെ ഹെ. ബാബ പറയാ ഇങ്ങനെയില്ല, നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. ഇല്ല. ആത്മാവിനെ കാണാൻ പറ്റുമോ? ഇല്ല. പരമാത്മാവിനെയും കാണാൻ പറ്റില്ല. രണ്ടും ഒരു ലൈറ്റാണ്, പക്ഷെ കാണാൻ പറ്റില്ല. യഹ് പവിത്രതാക്കി നിശാനി ഹെ. നമ്മൾ കേട്ടിട്ടില്ല പ്രകാശ കിരീടം എന്നൊക്കെ, പ്രകാശവലയം. ഇത് പവിത്രതയുടെ അടയാളമാണ്. യഹ് നോളേജ് ഓർ കോയിക്കോ മിൽ ന സക്കെ. ഈ ജ്ഞാനം ആർക്കും കിട്ടില്ല എന്ന് ബാബ പറയാം. ഈ ജ്ഞാനം ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ. ദേനെ വാല ഏക് ഹെ ബാപ്പ ഹെ. തരുന്നത് ഒരേ ഒരു ശിവബാബയാണ്. ഉന്മേ ഫുൾ നോളേജ് ഹെ. ബാബയിൽ മുഴുവൻ നോളേജുമുണ്ട്. ബാബ് കഹത്തെ ഹെ മേ മനുഷ്യ സൃഷ്ടിക്ക ബീജരൂപം. ബാബ പറയുന്നു ഞാൻ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. യഹ് ഉൾട്ടാ ജാഡ ഹെ. ഇത് തലകീഴായ വൃക്ഷമാണ്. യഹ് കൽപ്പവൃക്ഷ ഹെ. ഇത് കൽപ്പവൃക്ഷമാണല്ലോ. പെഹലെ ദൈവിക ഫൂലോം കാ ജാഡത. ആദ്യം ഇത് ദൈവിക പൂക്കളുടെ വൃക്ഷം അല്ലേ, ദൈവിക പൂക്കളുടെ വൃക്ഷമായിരുന്നു. അബി കാണ്ടോം കാ ജംഗൽ ബൻ ഗയാ ഹെ. ഇപ്പോൾ മുള്ളുകളുടെ കാടായിട്ട് മാറിയിരിക്കുന്നു. ക്യോങ്കി പഞ്ചവികാർ ആ ഗയേ. കാരണം പഞ്ചവികാരം വന്നിരിക്കുന്നു. പെഹല മുഖ്യ ഹെ ദേഹാഭിമാൻ. ആദ്യം മുഖ്യമായത് ദേഹാഭിമാനം. വഹാം ദേഹാഭിമാൻ നഹി രഹത. സത്യയുഗത്തിലെ ദേഹാഭിമാനം ഒന്നും ഉണ്ടാവില്ല പറയാണ്. ഇത്ന സമസ്തേ ഹെ ഹം ആത്മാ ഹെ, ബാക്കി പരമാത്മാ ബാപ്കോ നഹീ ജാനത്തെ. ബാബ പറയാണ് ഇത്രയും മനസ്സിലാക്കുന്നു, ഞാൻ ആത്മാവാണ്, പക്ഷേ പരമാത്മാവായ ബാബയെ അറിയില്ല. സത്യയുഗത്തിൽ എങ്ങനെയാണ്? സത്യയുഗത്തിൽ നമുക്കൊക്കെ ഒരു ആത്മാ കോൺഷ്യസ് ഉണ്ട്, ആത്മാവാണെന്നറിയാം. എന്നാൽ പരമാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടുത്തെ അല്ലെ ഇവിടുത്തെ ജ്ഞാനമൊന്നുമില്ല. ദൂസരി കോയി നോളേജ് നഹി. സർപ്പ് കാ മിസാൽ അഭി തുമേ സമജായാ ജാത്താ ഹെ. അതായത് ശരീരം ഇടുന്ന സമയത്തെ സർപ്പം എങ്ങനെയാണോ അതിൻ്റെ തോല് ഊരിയിട്ട് അല്ലേ, പഴയ തോല് ഊരിക്കളയുമല്ലോ, അപ്പം അതേപോലെയാണ് അവിടെ ശരീരം ഇടുന്നത്. പഴയ ഡ്രസ്സ് മാറ്റി പുതിയ ഡ്രസ്സ് എടുത്തു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. कि जन्म जन्मांतर की पुरानी सड़ी हुई यह खाल है जो अभी तुमको छोड़नी है. ബാബ പറയാണ് ജന്മജന്മാന്തരമായിട്ടുള്ള പഴയ ജീർണിച്ച തോലാണ്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കണം. അഭി ആത്മാ ഓർ ശരീർ ദോനോ പവിത്ര പതിത ഹെ. ഇപ്പം ആത്മാവും ശരീരവും പതിതമാണ്, അതിനെ എന്ത് ചെയ്യണം? പാവനാക്കി മാറ്റണം. ആത്മാ പവിത്ര ഹോ ജായെങ്കെ तो फिर इसे शरीर छूट जाएंगे. ആത്മാവ് പവിത്രമായാൽ നമ്മൾ ശരീരം വിടും. കാരണം എന്തുകൊണ്ടാണ്? പവിത്ര ആത്മാവിന് പതിത ശരീരത്തിൽ ഇരിക്കാൻ പറ്റില്ല. ആത്മായെ സബ് ഭാഗ്യെങ്കി, ആത്മാക്കളെല്ലാം ഓടിപ്പോകുന്നു ബാബ പറയാണ്. യഹ് ജ്ഞാൻ തുമക്കോ അഭി ഹെ, യഹ് നാടക് പൂരാ ഹോത്താ ഹെ. ഈ ജ്ഞാനം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴാണുള്ളത്. ഈ നാടകം ഇവിടെ പൂർത്തിയാകും. അഭി ഹംകോ ബാബ് കെ പാസ് ജാനാ ഹെ. ഇപ്പം നമുക്ക് ബാബയുടെ അടുത്തേക്ക് പോകണം. ഇസലിയെ ഗർക്കോ യാദ് കർണാ ഹെ. അതുകൊണ്ട് നമ്മൾ വീടിനെയൊക്കെ ഓർമ്മിക്കണം. യഹ് ദേഹുക്കോ ചോട് ദേനാ ഹെ. ഈ ദേഹത്തെ ഉപേക്ഷിക്കണം. ശരീർ ഖത്തം ഹുവാ തോ ദുനിയ ഖത്തം ഹുയി, ഫിർ നയേ ഘർ മേ ജായെങ്കെ തോ നയാ സംബന്ധ് ഹോ ജായേഗ. അപ്പോൾ ബാബ പറയാണ് ഈ ദേഹത്തെ ഉപേക്ഷിക്കണം. അതേപോലെ നമ്മുടെ ശരീരം ഇല്ലാതാകും, അപ്പം ലോകവും ഇല്ലാതാകും. പിന്നീട് നമ്മൾ പുതിയ വീട്ടിലേക്ക് വരും, പിന്നെ പുതിയ സംബന്ധത്തിലേക്ക് വരും. അത് ബാബ പറയാ പുനർജന്മം ഇവിടെ തന്നെ നമ്മൾ എടുക്കണം. പുനർജന്മം ഇവിടെ തന്നെ നമ്മൾ എടുക്കണം. തുമക്കോ തോ പുനർജന്മം ലേന ഹെ. നിങ്ങൾക്ക് പുനർജന്മം എടുക്കുക തന്നെ വേണം. ഫൂലോം കി ദുനിയാമേ.
എവിടെയാ പുനർജന്മം? സത്യയുഗത്തില്, പൂക്കളുടെ പൂന്തോട്ടത്തില്. ദേവതാവും കോ പവിത്ര കഹാ ജാതാ ഹൈ. ദേവതകളെ പവിത്രം എന്നാണ് പറയുന്നത്. തും ജാൻതേ ഹോ തും ഹം ഹി ഫൂൽ തേ ഫിർ കാണ്ടെ ബനെ ഹേ ഫിർ ഫൂലോं की दुनिया में जाना है. ബാബ ചോദിക്കുക, മക്കളെ നിങ്ങൾക്കറിയാമോ, നമ്മൾ തന്നെ പുഷ്പങ്ങളായിരുന്നു അല്ലേ? അതായത് ഇപ്പം നമ്മൾ മുള്ളായിട്ട് മാറി. പുഷ്പമായിരുന്ന നമ്മളിപ്പം മുള്ളായിട്ട് മാറിയിരിക്കുന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യണം? പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് നമുക്ക് പോകണം. എന്നിട്ട് ബാബ പറയാ, ആകെ ചൽ തുമക്കോ ബഹുത് സാക്ഷാത്കാർ ഹോഗ. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാക്ഷാത്കാരങ്ങളെല്ലാം ഉണ്ടാകും. യഹ് ഖേൽപാൽ. ഇതൊരു കളിയാണെന്ന് പറയാണ് അല്ലേ? നാടകമല്ലേ? നാടകത്തിലെ കളികളൊക്കെ ഉണ്ടാവുമല്ലോ. മീര ധ്യാൻമേ ഖേൽത്തി തി ഉनको ജ്ഞാൻ नहीं था. മീരയ്ക്ക് സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. മീര സാക്ഷാത്കാരത്തിൽ ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മീര പറയുമായിരുന്നു, ഞാൻ ഇത്രയും നേരം കൃഷ്ണൻ്റെ കൂടെ ഡാൻസ് ചെയ്യായിരുന്നു. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്നാൽ ബാബ പറയാ, മീരയ്ക്ക് ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. മീര മീര എന്നല്ലേ പറയുന്നത്. ഭക്തി, തീവ്രമായ ഭക്തി കൃഷ്ണനോടുണ്ടായിരുന്നു മീരയ്ക്ക്. അതുകൊണ്ടാണ് സാക്ഷാത്കാരം കിട്ടുന്നത്. എന്നിട്ട് ബാബ പറയാ, മീര കോയി വൈകുണ്ഠമേ ഗയിനി. മീര വൈകുണ്ഠത്തിലേക്ക് പോയിട്ടൊന്നുമില്ല. യഹാം ഹി കഹാം ഹോങ്കി. മീരയുടെ ആത്മാവ് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ബാബ പറയാണ്. ഇസ് ബ്രാഹ്മൺ കുൽക്കി ഹോങ്കി തോ യഹാം ഹി ജ്ഞാൻ ലേത്തി ഹോങ്കി. ഇനി മീരയുടെ ആത്മാവ് ബ്രാഹ്മണനായിട്ട് മാറാൻ ആത്മാവിന് പാർട്ടുണ്ടെങ്കിലേ ഇവിടെ എവിടെയെങ്കിലും ബാബയുടെ കുട്ടിയായിട്ട് ഉണ്ടാവും എന്ന് പറയാണ്. ആരാ? മീര. എന്നിട്ട് ബാബ പറയാം, ഐസെ നെഹി ഡാൻസ് കിയാത്തോ ബസ് വൈകുണ്ഠ ചലി ഗയി. ബാബ പറയാം, എങ്ങനെയില്ല, ഡാൻസ് ചെയ്താൽ വൈകുണ്ഠത്തിൽ പോവും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഡാൻസ് ചെയ്തതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോവില്ല, വൈകുണ്ഠത്തിൽ പോവില്ല. ഐസേത്തോ ബഹുത് ഡാൻസ് കർത്തേ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് സാക്ഷാത്കാരമൊക്കെ കിട്ടിയല്ലോ. ധ്യാൻ മേ ജാക്കർ ദേഖ് കർ ആത്തേ ഥേ ഫിർ ജാക്കർ വികാരി ബനി. ഒരുപാട് പേർക്ക് സാക്ഷാത് ബാബയുടെ യജ്ഞത്തിൽ തന്നെ ആദിയിൽ ഒരുപാട് പേർക്ക് സാക്ഷാത്കാരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാബ പറയാ, ഒരുപാട് സാക്ഷാത്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവര് എന്ത് ചെയ്തു? ഇന്ന് സാക്ഷാത്കാരം കിട്ടി, നാളെ അവര് വികാരത്തിൽ പോയി എന്ന് ബാബ പറയാം. അവര് ബാബയെ വിട്ടുപോയി. ഗായാ ജാത്താ ഹെ നാ ചടേ തോ ചാക്കേ വൈകുണ്ഠരസ് അല്ലേ? അതായത് പറയുമല്ലോ, കേറിയാൽ വൈകുണ്ഠരസം കുടിക്കാം, താഴെ വീണാൽ തവിട് പൊടിയാകും. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയും. ബാപ്പ് ബീത്തി ദേത്തെ ഹേ തും വൈകുണ്ഠ കെ മാലിക് ബൻ സക്തേ ഹോ അഗർ ജ്ഞാൻ യോഗ സീഖേംഗെ. അപ്പോൾ ബാബ നമ്മളോട് പറയാണ്, കുട്ടികളെ, നിങ്ങൾക്ക് വൈകുണ്ഠത്തിൻ്റെ അധികാരിയായി മാറണ്ടേ? അതിനു വേണ്ടി നിങ്ങൾ ജ്ഞാനയോഗം പഠിക്കും. അപ്പോൾ വൈകുണ്ഠത്തിൻ്റെ അധികാരിയാവാൻ വെറുതെ പറ്റില്ല, ജ്ഞാനയോഗം പഠിച്ചാലേ പറ്റുള്ളൂ. ബാപ്കോ ചോടാ തോ ഗയേ ഘട്ടമേ വികാരമേ. ബാബ പറയാണ്, നിങ്ങൾ ബാബയെ ഉപേക്ഷിച്ചോ എങ്കിലേ നിങ്ങൾ ഗട്ടറിൽ വീണു, അതായത് വികാരത്തിൽ പോയി. ആശ്ചര്യവത് ബാബ കാ ബനന്തി സുനന്തി സുനാവന്തി ഫിർ ഭാഗന്തി ഹൂപടത്തെ. ആശ്ചര്യത്തോടെ ബാബയുടെ കുട്ടിയാകും, ബാബയുടെ കാര്യങ്ങൾ കേൾക്കും, കേൾപ്പിക്കും, പിന്നീട് ഓടിപ്പോകുമെന്ന് ബാബ പറയാം. അഹോ മായ കിത്നി ബാരി ചോട്ട് ലഗ് ജാത്തി ഹെ അല്ലേ? അതായത് അഹോ മായ, എത്ര വലിയ ഒരു മുറിവാണ് ഉണ്ടാക്കുന്നത് മായ. അഭി ബാക്കി ശ്രീമത് പർ തും ദേവത ബനത്തെ ഹോ. ഇപ്പം നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ ദേവതയായി മാറിക്കൊണ്ടിരിക്കാം. ആത്മാ ഓർ ശരീർ ദോനും ഹി ശ്രേഷ്ഠ ചായേന. ആത്മാവും ശരീരവും ശ്രേഷ്ഠമായിരിക്കണമല്ലോ. അപ്പോൾ പറയാണ്, ദേവതാവും കാ ജനം വികാര സേ നഹീ ഹോത്താ ഹൈ. ദേവതകളുടെ ജന്മം ഒരിക്കലും വികാരത്തിലൂടെയല്ല ഉണ്ടാകുന്നത്. ആത്മാ ഓർ ശരീർ ദോനും ഹി ശ്രേഷ്ഠ ചായേന. ആത്മാവും ശരീരവും രണ്ടും ശ്രേഷ്ഠമായിരിക്കണമല്ലോ എന്ന് ബാബ പറയാം അല്ലേ? അപ്പോഴാണ് അവരിലൂടെ ദേവത ജന്മം എടുക്കുന്നത്. അതാണ് ബാബ പറയുന്നത്. ദേവതാവും കാ ജനം വികാർ സേ നഹീ ഹോത്താ ഹൈ വഹേ ഹി നിർവികാരി ദുനിയ വഹാം പഞ്ചവികാർ ഹോത്തേ നഹീ. ദേവതകളുടെ ജന്മം വികാരത്തിലൂടെ ഉണ്ടാവില്ല. ദേവതകൾ ജനിക്കുന്ന ലോകം ഏതാണ്? നിർവികാരി ലോകമാണ്.
അവിടെ പഞ്ചവികാരങ്ങളൊന്നും ഉണ്ടാവില്ല. ശിവബാബാനെ സ്വർഗ ബനായ ഥാ അഭി തോ നർക ഹൈ. സ്വയം ഭഗവാൻ വന്നിട്ട് ഇവിടെ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് നരകമായിരിക്കാം. അഭി തും ഫിർ സ്വർഗവാസി ബനനെ കെ ലിയെ ആയേ ഹോ, ജോ അച്ചി രീതി പഠിത്തേ ഹേ വഹി സ്വർഗമേ ജായെങ്കെ. അപ്പൊ ബാബ പറയാ, മക്കളെ ഇപ്പം നിങ്ങൾ വീണ്ടും സ്വർഗവാസിയായി മാറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവര് സ്വർഗത്തിൽ പോകും, അവര് സ്വർഗത്തിൽ പോകും. തും ഫിർസെ പഠിത്തേ ഹോ കൽപ്പകൽപ്പ പഠിത്തേ രഹേങ്കെ. ഇപ്പം നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും, കൽപ്പകൽപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. യഹ് ചക്ര വിർത്താ രഹേഗ, ഈ ചക്ര ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. യഹ് ബനാ ബനായ ഡ്രാമ ഹെ, ഇൻസെ കോയി ചൂട്ട് നഹീ സക്ത. ബാബ പറയാണ്, ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്, ഇതിൽ നിന്ന് ആർക്കും മോചനം ഇല്ല. ജോ കുച്ച് ദേഖ്തേ ഹോ മച്ചർ ഉഠാ കൽബ് കെ ബാദ് ഭി ഉഠേഗ. ബാബ പറയാണ്, എന്തൊക്കെ കാണുന്നുണ്ടോ, ഇപ്പം നമ്മുടെ മുന്നിലൂടെ ഒരു ഈച്ച പറന്നു, ഈച്ചയോ കൊതുകോ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു ഈച്ചയോ കൊതുകോ പറന്നു കഴിഞ്ഞാൽ ബാബ പറയാണ് അടുത്ത കൽപ്പത്തിൽ അതുപോലെ പറക്കും. ഫിക്സഡാണ്. അതാണ് ബാബ പറയുന്നത്. യഹ് സംജനമേ ബഡി അച്ചി ബുദ്ധി ചാഹി. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് നല്ല ബുദ്ധി വേണം. യഹ് ഷൂട്ടിംഗ് ഹോത്തി രഹത്തി ഹെ, ഇത് കർമ്മക്ഷേത്ര ഹെ. ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു കർമ്മക്ഷേത്രമാണ്. യഹാ പരന്താം സെ ആയേ ഹെ പാർട്ട് ബച്ചാനെ. ഇവിടെ പരന്താമിൽ നിന്ന് വന്നിരിക്കുകയാണ് പാർട്ട് അഭിനയിക്കാൻ. അബ് ഇസ് പഠായി മേ കോയി തോ ബഹുത്ത് ഹോഷിയാർ ഹോ ജാത്തെ ഹെ, അബ് കോയി അഭി പഠ് രഹേ. ഇപ്പം ഈ പഠിപ്പിൽ ചിലർ നല്ല സമർത്ഥനായിട്ടൊക്കെ മാറുന്നുണ്ട്, ചിലർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കോയി പഠിത്തേ പഠിത്തേ പുരാനെ സെ ഭി തീക്ക് ഹോ ജാത്തെ. ചില കുട്ടികളാണെങ്കിൽ, പുതിയ കുട്ടികളൊക്കെ പഠിച്ച് പഠിച്ച് പഴയവരേക്കാൾ മുന്നിലേക്ക് പോകുന്നു എന്ന് ബാബ പറയാം. ജ്ഞാൻ സാഗർ തോ സബ്കോ പഠാത്തെ രഹത്തെ ഹെ. ജ്ഞാനസാഗരൻ എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാപ് കാ ബനാ ഓർ വിശ്വ കാ വർഷ തുമാരാ ഹെ. ബാബയുടെ കുട്ടിയായി, അപ്പൊ വിശ്വത്തിന്റെ സമ്പത്ത് നിങ്ങളുടേതാണ്. ഹാ തുമാരി ആത്മാ ജോ പതിത് ഹെ ഉൻകോ പാവൻ ജറൂർ ബനാനാ ഹെ. അപ്പൊ ബാബ പറയാണ്, നിങ്ങളുടെ ആത്മാവ് പതിതമാണോ, തീർച്ചയായും അതിനെ പാവനമാക്കി മാറ്റും. उसके लिए सहजते सहज तरीका है, बेहद के बाप को याद करते रहो तो तुम यह बन जाएंगे. അപ്പൊ ബാബ പറയാണ്, നിങ്ങളുടെ ആത്മാവ് പതീതമാണല്ലോ, അപ്പം അതിനെ പാവനമാക്കി തീർച്ചയായും മാറ്റണം. കാരണം എന്തുകൊണ്ടാ? കാരണം ബാബ പറയാ, കാരണം പതിതമാണല്ലോ, അതിനുവേണ്ടി സഹജമായിട്ടുള്ള ഏറ്റവും ഈസിയായൊരു രീതിയാണ് ബാബ പറഞ്ഞു തരുന്നത്. എന്താണ്? പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പാവനമാകാം, ദേവതയാകാം. തും ബച്ചോ കോ ഇസ് പുരാനി ദുനിയാ സെ വൈരാഗ്യ ആനാ ചാഹിയെ. നമ്മൾ കുട്ടികൾക്ക് ഈ പഴയ ലോകത്തോട് വൈരാഗ്യം വരണം. ബാക്കി മുക്തിധാം ജീവൻ മുക്തിധാം ഹെ ഓർ കിസ്കോ ഭി ഹം യാദ് നഹീ കർത്തെ സിവായി ഏക. പിന്നീട് ബാബ പറയാണ് മുക്തിധാമം, ജീവൻ മുക്തിധാമം, അല്ലേ? ഇതൊന്നും ആരും ഓർമ്മിക്കുന്നില്ല. ഒരു ബാബയെ അല്ലാതെ വേറെ ആരെയും ഓർമ്മിക്കുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് അഭ്യാസം ചെയ്യണം. അതായത് ഞാൻ അശരീരിയായി വന്നു, അശരീരിയായി പോകണം. എന്നിട്ട് ബാബ പറയാ, ഫിർ കോയി ഭി ദേഹധാരി കോ ഹം യാദ് ക്യോം കരെ. പിന്നീട് ബാബ പറയാ, ഏതെങ്കിലും ദേഹധാരിയെ ഞാൻ എന്തിനു ഓർമ്മിക്കണം? സവേരെ അമൃതവേള ഉടുക്കർ അപ്നെ സേസേസി ബത്തെ കർണേ. അത് അമൃതവേളയിലെ അതിരാവിലെ എഴുന്നേറ്റ് സ്വയത്തോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ പറയാം. സവേരേക്കോ അമൃതവേള കഹാ ജാത്ത ഹൈ. അതിരാവിലത്തെ സമയത്തെ അമൃതവേള എന്നാ പറയുന്നത്. ജ്ഞാനാമൃത ജ്ഞാൻ സാഗർ കെ പാസ് ഹൈ. ജ്ഞാനാമൃതം ജ്ഞാനസാഗരൻ്റെ അടുത്താണ്. तो ज्ञान सागर कहते हैं सवेरे का टाइम बहुत अच्छा है. അപ്പം ജ്ഞാനസാഗരനായ ഭഗവാൻ പറയാണ്, മക്കളെ അതിരാവിലത്തെ സമയം വളരെ നല്ലതാണ്. സവേരെ ഉടുക്കർത്തും പ്രേം സെ ബാപ്പു യാദ് കരും. അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കൂ. ബാബ ആപ്പ് 5000 വർഷ കെ ബാദ് മിലേ ഹോ. ബാബയോട് പറയണം, ബാബ സ്നേഹത്തോടെ പറയണം, ബാബയെ 5000 വർഷത്തിന് ശേഷം കിട്ടിയിരിക്കുകയാണ്. अब बाप कहते हैं मुझे याद करो तो पाप कट जाएंगे.
അപ്പം ബാബ ഇപ്പം പറയാണ്, മക്കളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാപമൊക്കെ ഇല്ലാതെ. അപ്പം നമ്മുടെ പാപം ഇല്ലാണ്ടാക്കാനുള്ള വഴിയാണ് ബാബയെ ഓർമ്മിക്കുക. ശ്രീമത് പർ ചലന ഹെ, ശ്രീമത്തിലൂടെ നടക്കണം. സദോ പ്രധാൻ ജറൂർ ബന്ന ഹെ, സദോ പ്രധാനമായിട്ട് തീർച്ചയായും മാറണം. ബാപ് കോ യാദ് കർനെ കി ആദത് പട് ജായെങ്കി യേ തോ ഖുഷി മേ ബൈഠേ രഹേംഗെ. ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ സന്തോഷത്തിലിരിക്കാം എന്ന് ബാബ പറയാൻ. ശരീർ കാ ബാൻ ടൂട്ട്താ ജായേഗ, ശരീരചിന്ത ഇല്ലാതാകും. ഫിർ ദേഹ കാ ബാൻ നഹി രഹേഗ, പിന്നീട് ദേഹത്തിൻ്റെ ചിന്തയൊന്നും ഉണ്ടാവില്ല. ഖുഷി ബഹുത്ത് രഹേഗി, വളരെയധികം സന്തോഷമുണ്ടാകും. തും ഖുഷി മേ ഥേ ജബ് പവിത്ര ഥേ, നമ്മളെല്ലാവരും സന്തോഷത്തിലായിരുന്നു അല്ലേ? അപ്പം നമ്മൾ പവിത്രമായിരുന്നു. തുമാരി ബുദ്ധി മേ സാരാ ജ്ഞാൻ രഹനാ ചാഹിയെ, നമ്മുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കണം. പെഹലെ പെഹലെ ജോ ആത്തെ ഹെ ജറൂർ വഹ് 84 ജനം ലേത്തെ ഹോംഗെ. ബാബ പറയാണ്, ആദ്യം ആരാണോ വരുന്നത് തീർച്ചയായും അവർ 84 ജന്മങ്ങൾ എടുക്കും. പിന്നീട് ഫിർ ചന്ദ്രവംശി കുച്ചുക്കം ഇസ്ലാമി ഉൻസേക്കം, പിന്നീട് ചന്ദ്രവംശം അല്ലേ, പിന്നീട് ദ്വാപരയുഗം വരുമല്ലോ, പല ധർമ്മങ്ങൾ സ്ഥാപിക്കും. വീണ്ടും അവിടെ കുറവ് വരികയാണല്ലോ, ആത്മബോധമൊക്കെ കുറഞ്ഞു വരും. അതാ ബാബ പറയണേ, നമ്പർ വാർ ജാടിക്ക് വൃദ്ധി ഹോത്തി ഹെ, നമ്പർ വൈസായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. ജനങ്ങളുടെ ജനസംഖ്യയൊക്കെ കൂടും, അങ്ങനെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. മുഖ്യ ഹെ DD ധർമ്മം, ഫിർ ഉൻസെ 3 ധർമ്മം നിക്കൽത്തെ ഹെ, അല്ല ദേവതാ ധർമ്മമാണ് മുഖ്യമായത്. പിന്നീട് ഇസ്ലാം ധർമ്മമുണ്ട്, ക്രിസ്ത്യൻ ധർമ്മമുണ്ട് അല്ലേ, ബുദ്ധധർമ്മമുണ്ട്. ഫിർ ടാൽട്ടാലിയാം നിക്കൽത്തെ, പിന്നെ ഓരോ ധർമ്മങ്ങളുടെയും ചില്ലകളും ശാഖകളും എല്ലാം വരും. അഭിതും ഡ്രാമക്കോ ജാനത്തെ ഹോ, ഇപ്പം ബാബ പറയാം നിങ്ങൾ ഡ്രാമയെ അറിയുന്നുണ്ട്. യഹ് ഡ്രാമ ജൂ മിസൽ ബഹുത്ത് ധീരെ ധീരെ ഫിർത്താ രഹത്താ ഹെ, ഈ ഡ്രാമ ഒരു പേനിനെ പോലെ വളരെ മെല്ലെ കറങ്ങിക്കൊണ്ടിരിക്കുക. പേൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടല്ലേ നടക്കുക. അതാ ബാബ പറയണേ. എന്നിട്ട് ബാബ പറയാം, അബി सेकंड बाय सेकंड टिक टिक चलते रहते हैं, इसलिए गाया जाता है सेकंड में जीवन मुक्ति. ഇപ്പോൾ ഓരോ സെക്കൻഡും ടിക് ടിക്ക് അല്ലേ, ഈ ക്ലോക്കിൽ ടിക് ടിക്ക് അടിക്കില്ലേ, അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയുമല്ലോ, സെക്കൻഡിൽ ജീവൻ മുക്തി. ആത്മാ അപ്നെ കോ ബാപ് കോ യാദ് കർത്തെ ഹെ, ആത്മാവ് സ്വയം ബാബയെ ഓർമ്മിക്കുന്നു. ബാബ ഹം ആപ്കെ ബच्चे ഹെ, കുട്ടികൾ ബാബയോട് എന്താ പറയുന്നേ? ബാബ ഞാൻ ബാബയുടെ കുട്ടിയാണ്. ബാബയുടെ കുട്ടികൾ പറയാൻ, ഹം തോ സ്വർഗമേ ഹോനെ ചാഹിയെ, ഞങ്ങൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ വേണമല്ലോ. ഫിർ നരകമേ ക്യോ പടേ ഹെ, അപ്പോൾ കുട്ടികൾ ചോദിക്കുക, എന്താ ബാബ ഞങ്ങൾ നരകത്തിൽ വന്നിരിക്കണേ, ഞങ്ങൾ സ്വർഗത്തിലിരിക്കേണ്ടവരല്ലേ? ബാപ് തോ സ്വർഗ സ്ഥാപൻ കർണേ വാലാ ഹെ, ഫിർ നരകമേ ക്യോ പടേ ഹോ, നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞ സ്വർഗം സ്ഥാപിക്കുന്ന ആളാണ്, എന്നിട്ട് എന്തേ നമ്മൾ നരകത്തിലിരിക്കുന്നത്? तो बाप समझाते हैं तुम स्वर्ग में थे, 84 जन्म लेते तुम सब भूल गए हो. അപ്പോൾ ബാബ പറയാണ്, ശരിയാണ്, ബാബ മനസ്സിലാക്കി തരിക, ശരിയാണ്, നിങ്ങൾ സ്വർഗത്തിലായിരുന്നു, പക്ഷെ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് എല്ലാം മറന്നുപോയി എന്ന് പറയാം. അപ്പോൾ ഫിർ മേരി മത് പർ ചലോ, എന്നിട്ട് ബാബ പറയും, ഇപ്പം നിങ്ങൾ എൻ്റെ മതത്തിലൂടെ നടക്കും, ബാബ പറയുന്നത് പോലെ നടക്കും. या बाप की याद से ही विकर्म विनाश होंगे, क्योंकि आत्मा में ही खाद पड़ती है. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ആത്മാവിൽ തന്നെയാണ് കറവറ്റുന്നത്. ശരീര ആത്മാക്കാ ജീവൻ ഹെ, ശരീരം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ആഭരണമാണെന്ന് ബാബ പറയാണ്. ആത്മാ പവിത്ര ഹെ തോ ശരീർ ഭി പവിത്ര മിൽത്താ ഹെ, ആത്മാവ് പവിത്രമാണെങ്കിൽ ശരീരവും പവിത്രമായത് കിട്ടുമെന്ന് ബാബ പറയാണ് അല്ലേ. അപ്പം സ്വർണം പ്യുവറാണെങ്കിൽ ആഭരണവും നല്ലത് ഉണ്ടാക്കാം. തും ജാനത്തെ ഹോ ഹം സ്വർഗ മേ ഥേ, അബ് ഫിർ ബാപ്പ് ആയേ ഹേ, ബാപ്പ് സെ പൂരാ വർഷ ലേനാ ചാഹിയേ ന. ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാവരും സ്വർഗത്തിലായിരുന്നു, ഇപ്പം വീണ്ടും സ്വയം ഭഗവാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബാബയിൽ നിന്ന് പൂർണ്ണമായ സമ്പത്ത് നേടണം. പഞ്ചവികാരവും ചോദ്ന ഹെ, 5 വികാരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ബാബ പറയാൻ. ദേഹാഭിമാൻ ചോദ്ന ഹെ, ദേഹാഭിമാനം ഉപേക്ഷിക്കണം.
കാംകാജ് കർത്തെ ബാപ്കോ യാദ് കർത്തെ രഹോ. ജോലി മുതലായവയൊക്കെ ചെയ്തോളൂ, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ആത്മാ അപ്നെ മാശുക്കോ ആദാ കൽപ്പ് സെ യാദ് കർത്തെ ആയേ. അതായത് ആത്മാവ് തൻ്റെ പ്രിയതമനെ അരകൽപ്പമായിട്ട് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തിമാർഗത്തിലൊക്കെ നമ്മൾ ഭഗവാനെ വിളിച്ചില്ലേ? അബ് വഹ് മാശുക്ക് ആയാ ഹുവാ ഹൈ. ഭക്തിമാർഗത്തിലൊക്കെ ഒരുപാട് നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. ആ ഭഗവാനാകുന്ന പ്രിയതമൻ ഇപ്പൊ വന്നിരിക്കുകയാണ്. कहते हैं तुम काम चिता पर बैठ काले बन गए हो, अभी हम सुंदर बनाने आए हैं. അപ്പൊ ആ ഭഗവാൻ പറയാണ്, മക്കളെ ഞാനിതാ പ്രിയതമനായി വന്നിരിക്കുകയാണ്. എന്തിനാണ്? കാമചിതയിൽപ്പെട്ട് കറുത്തു പോയിരിക്കുന്നു മക്കളെ. നിങ്ങൾ കാമചിതയിൽപ്പെട്ട് കറുത്തു പോയിരിക്കുന്നു. ഇപ്പം ഞാൻ നിങ്ങളെ സുന്ദരന്മാരാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. ഉസ്കെ ലിയേ യഹ് യോഗാഗ്നി ഹെ. അവരെ പ്രതി ഇതെന്താണ്? യോഗാഗ്നിയാണ്. ജ്ഞാൻ കോ ചിത നഹീ കഹേംഗെ. ജ്ഞാനത്തെ ചിത എന്ന് പറയില്ല അല്ലേ? യോഗമാണ് ചിത. അതാ പറഞ്ഞ യോഗിക്ക് ചിത ഹെത്. യോഗത്തിൻ്റെ ചിതയാണ്. ചിതയിൽ ഭസ്മാക്കുക എന്നൊക്കെ പറയില്ല. അപ്പം യോഗം ചെയ്ത ആത്മാവിൻ്റെ പാപം ഭസ്മാവും. എന്നിട്ട് ബാബ പറയാ, യാദിക്ക് ചിത പർ ബൈഠ്നെ സെ വികർമ്മ വിനാശം. ഓർമ്മയാകുന്ന ചിതയിലിരുന്നാൽ വികർമ്മം വിനാശമാകും. ജ്ഞാൻ കോ നോളേജ് കഹാ ജാത്ത. ഈ ജ്ഞാനത്തെ എന്ത് പറയും? നോളേജ്. ഇംഗ്ലീഷിൽ നോളേജ് എന്നല്ലേ പറയുന്നത്. ബാബ തുമക്കോ സൃഷ്ടിക്ക് ആദ്യമധ്യ അന്ത്യക്ക ജ്ഞാൻ സുനാത്തെ. ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമൊക്കെ കേൾപ്പിച്ചു തരും. ഊഞ്ചത്തെ ഊഞ്ചു ബാബ ഹെ. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. फिर ब्रह्मा विष्णु शंकर, फिर सूर्यवंशी चंद्रवंशी, फिर और धर्मों के बाइप्लोट है. പിന്നെ ബാബ പറയാ ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. പിന്നീട് ബ്രഹ്മ വിഷ്ണു ശങ്കരനാണ് അല്ലേ? പിന്നെ സൂര്യവംശി ചന്ദ്രവംശി, പിന്നീട് മറ്റ് ധർമ്മങ്ങളെല്ലാം വരും. ജാട് കിतना बड़ा होता है. വൃക്ഷം എത്ര വലുതാകാണ്. ആദ്യം ഒരു ധർമ്മം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അനേക ധർമ്മങ്ങളായി. ധർമ്മങ്ങളിൽ ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി അല്ലേ? അങ്ങനെ വൃക്ഷം വളരെയാണ്. എന്നിട്ട് ബാബ പറയാ ജാട് കിतना बड़ा हो जाता है. अभी इस झाड़ का फाउंडेशन है नहीं, इसलिए बनियन ट्री का मिसाल दिया जाता है. അപ്പം ഇപ്പം ഈ വൃക്ഷത്തിൻ്റെ ഫൗണ്ടേഷൻ ഇല്ല എന്ന് പറയുകയാണ്. അതായത് ബനിയൻ ട്രീ എന്ന് പറഞ്ഞിട്ടൊരു ട്രീ മരം, ആൽമരത്തിനെ പോലെ വേറൊരു മരമാണ്. അപ്പോൾ അതാണ് അടയാളം എന്ന് പറയുന്നത്. കാരണം ആ മരത്തിൻ്റെ ഫൗണ്ടേഷനൊക്കെ ചേർന്ന് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് വേരുകൾ വരും. ആ വേരിൽ നിന്നാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തുണ്ട് മറ്റേ സൂ ഉണ്ടല്ലോ, അതിലെവിടെയോ ഉണ്ട് ഈ ബനിയൻ ട്രീ ഉണ്ട്. കുറേ സ്ഥലത്ത് ഇങ്ങനെ ബനിയൻ ട്രീ മാത്രം. അപ്പോൾ ബാബ പറയാണ് അല്ലേ, ബനിയൻ ട്രീയുടെ അടയാളമൊക്കെ കാണിക്കുന്നുണ്ട്. ദേവി ദേവത ധർമ്മം പ്രായലോക ഹോ ഗയ. ദേവി ദേവത ധർമ്മം ജീർണിച്ചു പോയിരിക്കുന്നു. ധർമ്മ ഭ്രഷ്ട കർമ്മ ഭ്രഷ്ട ബൻ ഗയേ ഹെ. ധർമ്മവും ഭ്രഷ്ടമായി, കർമ്മവും ഭ്രഷ്ടമായി. അഭി തും ബച്ചേ ശ്രേഷ്ഠ ബന്നേ കെ ലിയേ ശ്രേഷ്ഠ കർമ്മ കർത്തേ. ഇപ്പം നമ്മൾ കുട്ടികൾ ശ്രേഷ്ഠമായി മാറുന്നതിന് വേണ്ടി ശ്രേഷ്ഠ കർമ്മം ചെയ്യുകയാണ്. അപ്നി ദൃഷ്ടി കോ സിവിൽ ബനാത്തെ ഹോ. തൻ്റെ ദൃഷ്ടിയെ എന്താക്കി മാറ്റുന്നു? സിവിളാക്കി മാറ്റുന്നു. തുമേ അബ് ഭ്രഷ്ട കർമ്മ നീ കർണ ഹെ. ഇപ്പം നമ്മൾ മോശമായ കർമ്മമൊന്നും ചെയ്യരുത്. കൊയ് കുദൃഷ്ടി നാ ചായ. കുദൃഷ്ടിയൊന്നും വരാൻ പാടില്ല. അപ്നേക്കോ ദേക്കോ ഹം ലക്ഷ്മിക്കോ പറഞ്ഞ ലായക് ബനെ ഹെ. സ്വയത്തെ നോക്കണം, ഞാൻ ലക്ഷ്മിയെ വരിക്കാൻ യോഗ്യതയുള്ളവരായോ? ഹം അപ്നേക്കോ ആത്മാ സമഞ്ച് ബാപ്കോ യാദ് കർത്തെ. ബാബ പറയണ ഇപ്പം നമ്മൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? റോസ് പോത്താമേൽ ദേക്കോ. ദിവസവും നമ്മൾ കണക്ക് നോക്കണം. സാരേ ദിൻ മേ ദേഹാഭിമാൻ മേ ആക്കർ കോയി വികർമ്മ തോ നഹീ കിയ. മുഴുവൻ ദിവസത്തിലും ദേഹാഭിമാനത്തിൽ വന്നിട്ട് ഞാൻ യാതൊരു വികർമ്മവും ചെയ്തില്ലല്ലോ. നഹീ തോ സൗഗുണ ഹോ ജായ. ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ഇരട്ടി ശിക്ഷ കിട്ടും. മായ ചാർട്ട് ബി രഖനെ നഹീ ദേത്തി. മായ ചാർട്ടൊന്നും വെക്കാൻ സമ്മതിക്കില്ല. 2-4 ദിവസം എഴുതി പിന്നീട് ഉപേക്ഷിക്കും. ചാർട്ട് എഴുതാൻ പറയുമ്പോൾ കുട്ടികൾ ചാർട്ടൊക്കെ എഴുതുന്നത്, പക്ഷെ 2-4 ദിവസം എഴുതുമെന്ന് ചാർട്ട്, പിന്നീട് അത് ഉപേക്ഷിക്കും, പിന്നെ എഴുതില്ല.
बाप को ओना ख्याल रहता है ना, ബാബയ്ക്ക് ചിന്തയുണ്ടാവുമല്ലോ. रहम पड़ता है बच्चे याद करे तो उनके पाप कट जाए. അപ്പോൾ ബാബയ്ക്ക് എന്നെ കാണുമ്പോൾ വേദന തോന്നുകയാണ്. അപ്പോൾ ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ പാപമില്ലാതാവും. ഇസ്മേ മേനത്തെ, ഇതിൽ കുറച്ച് പരിശ്രമമൊക്കെ ഉണ്ടെന്ന് ബാബ പറയാണ്. അപ്നേക്കോ ഘാട്ട നെഹി ഡാൽന ഹെ, സ്വയത്തിന് നഷ്ടമുണ്ടാക്കരുത്. ജ്ഞാൻ തോ ബഹുത് സഹജ, ജ്ഞാനം വളരെ സഹജമാണ്. अच्छा मीठे मीठे सिखिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. इन्हें बाबा धारणा पड़े. धारणा के लिए मुख्य सार सवेरे अमृत वेले उड़कर बाप से मीठी मीठी बातें. അതിരാവിലെ അമൃതവേളയിൽ എഴുന്നേറ്റ് ബാബയോട് മധുരമധുരമായി സംസാരിക്കും. അശരീരി ബനനേക്ക് അഭ്യാസ് കർണ ഹെ, അശരീരിയായി മാറുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. ധ്യാൻ രഹേ ബാപ് കി യാദ് കെ സിവായി ദൂസറ കുച്ച് ഭി യാദ് ന ആയേ. ബാബ പറയാണ്, നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയല്ലാതെ വേറെ ആരുടെയും ഓർമ്മ വരാൻ പാടില്ല, രണ്ടാമതൊരാളുടെ ഓർമ്മ വരാൻ പാടില്ല പറയാണ്. അപ്നി ദൃഷ്ടി ബഹുത് ശുദ്ധ പവിത്ര ബനാനെ ഹെ, നമ്മുടെ ദൃഷ്ടിയെ നമ്മൾ ശുദ്ധവും പവിത്രവുമാക്കി മാറ്റണം. ദൈവിക ഫൂലോം കാ ബഗീച്ച തയ്യാർ ഹോ രഹാ ഹെ, ദൈവിക പൂന്തോട്ടം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയെ ഫൂൽ ബനനെ കാ പൂര പുരുഷാർത്ഥ കർണ ഹെ, അതുകൊണ്ട് എന്ത് ചെയ്യണം കുട്ടികൾ, പുഷ്പമായി മാറാനുള്ള പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. കാട്ടാനേ ബന്ന ഹെ, മുള്ളായി മാറരുത് എന്ന് ബാബ പറയാണ്. ഇനി ബാബ വരദാനം പറയാ, അപ്നി പവർഫുൾ സ്ഥിതി ദ്വാര മനസ സേവാ की സർട്ടിഫിക്കറ്റ് പ്രാപ്ത് करने वाले സോ അഭ്യാസി ഭവ. അതായത് തൻ്റെ പവർഫുൾ സ്ഥിതിയിലൂടെ മനസ സേവനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നേടുന്ന സോ അഭ്യാസിയായി ഭവിക്കണം. മനസ സേവനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നേടണം. विश्व को लाइट माइट का वरदान देने के लिए अमृत वेले याद के सो अभ्यास द्वारा पावरफुल वायुमंडल बनाओ, तब मनसा सेवा का സർട്ടിഫിക്കറ്റ് प्राप्त होगा. അതായത് ബാബ പറയാണ്, വിശ്വത്തിന് ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും വരദാനം കൊടുക്കുന്നതിന് വേണ്ടി അമൃതവേളയിൽ ഓർമ്മയുടെ സ്വ അഭ്യാസത്തിലൂടെ പവർഫുൾ വായുമണ്ഡലം ഉണ്ടാക്കും. അപ്പോൾ മനസാ സേവനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ലാസ്റ്റ് സമയമേ മനസാ ദ്വാരാ ഹി നസർ സെ നിഹാൽ കർണേക്ക്, അവസാന സമയത്ത് മനസ്സിലൂടെ, മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ മനസ്സിലൂടെ ദൃഷ്ടിയിലൂടെ അവിടെ മാറ്റങ്ങൾ. ദൃഷ്ടിയിലൂടെ മനുഷ്യർ സംതൃപ്തരാണ്. നമ്മളൊന്ന് നോക്കിയാൽ മതി, നോക്കുമ്പോൾ നമ്മുടെ ഒരു ദൃഷ്ടി കിട്ടുമ്പോൾ അവർ സംതൃപ്തരാണ്. നമ്മുടെ ദൃഷ്ടിയിലൂടെ അവർ സംതൃപ്തരാകും. अपनी वृत्ति द्वारा उनकी वृत्तियों को बदलने की सेवा करनी. നമ്മുടെ മനോഭാവത്തെ മാറ്റിയിട്ട് നമ്മുടെ മനോഭാവം വളരെ പോസിറ്റീവായി, അപ്പോൾ മറ്റുള്ളവരുടെയും മനോഭാവത്തെ നമുക്ക് മാറ്റാൻ പറ്റും. മറ്റുള്ളവരുടെയും മനോഭാവത്തെ മാറ്റാൻ പറ്റും. അതാ ബാബ പറയുന്നേ. എന്നിട്ട് ബാബ പറയാ, അങ്ങനെ ഒരു സേവനം ചെയ്യണം. അപ്നി ശ്രേഷ്ഠ സ്മൃതി സേ സബ്കോ സമർത്ഥവനാന, തൻ്റെ ശ്രേഷ്ഠ സ്മൃതിയിലൂടെ എല്ലാവരെയും സമർത്ഥരാക്കി മാറ്റണം. जब ऐसा लाइट माइट देने का अभ्यास होगा तब निर्विघ्न वायुमंडल बनेगा और यह किला मजबूत होगा. അപ്പോൾ ബാബ പറയാണ്, എപ്പോഴാണോ ഇങ്ങനെയൊരു ലൈറ്റും മൈറ്റും കൊടുക്കുന്ന അഭ്യാസം ഉണ്ടാകുന്നത്, അപ്പം നിർവിഘ്ന വായുമണ്ഡലം ഉണ്ടാകും. അപ്പം നിർവിഘ്ന വായുമണ്ഡലം ഉണ്ടാകും. ഈ ഒരു മതിൽ എന്താകും? ശക്തിശാലിയാകും. ഈ ഒരു കോട്ട ശക്തിശാലിയാകും. നമുക്ക് തന്നെ അതൊരു സുരക്ഷിതത്വമാണ്. അപ്പം മായൊന്നും വരില്ലല്ലോ. അതാ ബാബ പറയണേ. ഇനി ബാബ ശ്ലോകം പറയാ, സമझदार वह है जो मनसा वाचा कर्मणा तीनों सेवाएं साथ साथ करते हैं.
അതായത് ബാബ പറയണ ആരാണോ മനസ്സ വാച കർമ്മണ, ആരാണോ മനസ്സ വാച കർമ്മണ 3 സേവകളും ഒരുമിച്ച് ചെയ്യുന്നത് അവരാണ് ബുദ്ധിശാലി. ആരാണോ മനസ്സ വാച കർമ്മണ അല്ലേ 3 സേവനവും ഒരുമിച്ച് ചെയ്യുന്നത് അവരാണ് ബുദ്ധിശാലി. ഇനി ബാബ വ്യക്ത സൂചന പറയാണ്, रूहानी रॉयलिटी और प्योरिटी की पर्सनालिटी धारण कर. ആത്മീയ റോയലിറ്റി, ആ ഒരു ആത്മീയ രാജകീയത, പവിത്രതയുടെ പേഴ്സണാലിറ്റി ധാരണ ചെയ്യും. जो चैलेंज करते हो सेकंड में मुक्ति जीवन मुक्ति का वर्षा प्राप्त करो. ചലഞ്ച് ചെയ്യുമല്ലോ, സെക്കൻഡിൽ മുക്തി ജീവൻ മുക്തിയുടെ സമ്പത്ത് നേടൂ, ചലഞ്ചാണ്. उसको प्रैक्टिकल में लाने के लिए स्वपरिवर्तन की गति सेकंड तक पहुंची है. അപ്പൊ ബാബ പറയണ അതിനെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വപരിവർത്തനത്തിന്റെ ഗതി സെക്കൻഡ് അല്ലേ, സെക്കൻഡ് വരെ എത്തിയോ? സെക്കൻഡിൽ നമുക്ക് മാറ്റം വരണം. അങ്ങനെ ഒരു അവസ്ഥ വന്നോ എന്ന് ബാബ ചോദിക്കുകയാണ്. സ്വപരിവർത്തൻ ദ്വാരാ അവരോങ്കോ പരിവർത്തൻ കർമ്മ, സ്വപരിവർത്തനത്തിലൂടെ മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്തണം. അനുഭവ कराओ कि ब्रह्मा कुमार अर्थात दृष्टि वृत्ति कृति और वाणी परिवर्तन. അപ്പൊ ബാബ പറയണ അനുഭവം ചെയ്യിപ്പിക്കണം. എന്താ അനുഭവം ചെയ്യിപ്പിക്കണ്ടേ? ബ്രഹ്മകുമാരൻ അല്ലെങ്കിൽ ബ്രഹ്മകുമാരി അർത്ഥം മനോഭാവം, ദൃഷ്ടി, കർമ്മം, വാക്ക്, ഇതെല്ലാം മാറ്റം. എല്ലാവരെ പോലെയുള്ള അല്ലേ, എല്ലാവരെ പോലെയുള്ള മനോഭാവം നമുക്കുണ്ടാവരുത്. എല്ലാവരെ പോലെയുള്ള ദൃഷ്ടി, എല്ലാവരെ പോലെയുള്ള ചിന്തകൾ, വാക്ക്, കർമ്മം, ഇതൊന്നും ആയിരിക്കരുത്. എല്ലാത്തിനും വ്യത്യാസം. साथ साथ प्योरिटी की पर्सनालिटी रूहानी रॉयलिटी का അനുഭവ कराओ. അതോടൊപ്പം പവിത്രതയുടെ പേഴ്സണാലിറ്റി, ആത്മീയ റോയലിറ്റിയുടെ അനുഭവം എല്ലാവർക്കും ചെയ്യിപ്പിക്കണം. आते ही मिलते ही इस പേഴ്സണാലിറ്റി की और ആകർഷിതോ. വരുമ്പോൾ തന്നെ, ഒരാൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തന്നെ, നമ്മളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സണാലിറ്റിയുടെ ആകർഷണം ഉണ്ടാകണം. നമ്മളിൽ അത്രയും പവിത്രതയുടെ ശക്തി വേണം. നമ്മളോടൊരു ആകർഷണം വരണമെന്ന് ബാബ പറയും. നമ്മളുമായിട്ട് ആരെങ്കിലും കാണുമ്പോൾ, നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ ഒരു ആത്മീയ പേഴ്സണാലിറ്റി വേണം. അപ്പോൾ അവർക്ക് നമ്മളോടൊരു ആത്മീയ ആകർഷണം ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആകർഷണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ബാബയുടെ ഓർമ്മ വേണം. ബാബയെ ഓർമ്മയില്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1 മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. ഓക്കെ, അച്ഛ ഓം ശാന്തി.